നമസ്കാരം. ഇന്ന് നമുക്ക് സൈലന്റിനെ കുറിച്ച് പഠിച്ചാലോ? മിണ്ടാണ്ടിരിക്കാൻ പഠിക്കാം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ. അതേപോലെ അങ്ങനെ ഒത്തിരി പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ടല്ലേ മൗനത്തെക്കുറിച്ച്. ഒത്തിരി മൗനം കൊള്ളുകയില്ല, എന്നാൽ ആവശ്യത്തിന് മൗനം വേണം താനും. ആവശ്യമായ ഘട്ടങ്ങളിൽ മൗനം എടുക്കുന്നത് അമൃതിന് തുല്യമാണ്. മൗനം ഒരു മരുന്നാന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പല സന്ദർഭങ്ങളിലും. അങ്ങനെ ഒരു മൗനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഞാനൊരു കഥ പറയട്ടെ. ഒരു കർഷകൻ ഒരു പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അയാളുടെ കയ്യിൽ നിന്ന് അയാളുടെ വാച്ച് എവിടെയോ വെച്ച് മറന്നുപോയി. എവിടെയാ വെച്ചതെന്ന് അയാൾക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. അയാൾ ഇതിനകത്ത് ഇങ്ങനെ തപ്പി തപ്പി കുറേ രാത്രിയാകുന്ന വരെ തപ്പിയപ്പോൾ അവിടെ കുറേ കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികളോട് പറഞ്ഞു, ഒരു വാച്ച് കിട്ടുവാണെങ്കിൽ എനിക്ക് തരണമേ, എൻ്റെ വാച്ച് ഇവിടെ നഷ്ടപ്പെട്ടു പോയി എന്നിങ്ങനെ പറഞ്ഞു. അപ്പം കുട്ടികൾ നോക്കാൻ കൂടി. കുട്ടികളും അവിടെ കിടന്ന് കുറേ തപ്പി, എന്നിട്ടൊന്നും വാച്ച് കിട്ടിയില്ല. അവസാനം ഈ കർഷകൻ രാത്രിയാകാൻ നേരത്ത് വീട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. അപ്പം കുട്ടികളും അവരുടെ വീടുകളിലേക്ക് മടങ്ങിയപ്പം ഒരു കുട്ടി മാത്രം ഈ കർഷകന്റെ പുറകെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരവസരവും കൂടെ തരാവോ, ഞാൻ വാച്ചെടുത്ത് തരാം എന്ന് പറഞ്ഞു. അപ്പം കർഷകൻ പറഞ്ഞു, നീയോ? ഇനി ഈ രാത്രിയിൽ എവിടുന്ന് കണ്ടുപിടിക്കാനാ? നമ്മൾ പകൽ മുഴുവൻ തപ്പിയതല്ലേ, എന്നിട്ടും കണ്ടു കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കർഷകൻ എന്നാൽ ശരി എന്നും പറഞ്ഞ് അയാൾ സമ്മതിച്ചു. ഈ കുട്ടി പാടത്ത് ചെന്നിട്ട് കുട്ടി ഇങ്ങനെ നിശബ്ദമായിട്ട് കിടക്കുകയാണ്. രാത്രിയല്ലേ, നിശബ്ദമായിട്ട് കിടക്കുക, ഒരു അനക്കം പോലും ഇല്ല. അപ്പോൾ കൊച്ചിങ്ങനെ ശ്രദ്ധിച്ചു ഈ ഒച്ച എവിടുന്നാണ്. അപ്പോൾ വാച്ചിന്റെ ടിക് 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 എന്നുള്ള അടിയില്ലേ, ആ ഒച്ച കേൾക്കുന്ന സ്ഥലം അന്വേഷിച്ച് ആ കുട്ടി പോയി വാച്ച് കണ്ടുപിടിച്ചു. എന്നിട്ട് ഓടി കർഷകന്റെ അടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോൾ കർഷകൻ അവന് പാരിതോഷികങ്ങൾ കൊടുത്തു എന്നാണ് കഥ. അപ്പം അവിടെ സൈലന്റിനാണ് പ്രാധാന്യം ഇല്ലേ. ആ കുട്ടി സൈലന്റ് ആയിട്ട് നിന്നിട്ട് അത് ശ്രദ്ധിച്ചത് കൊണ്ടാണ് ആ വഴിക്ക് അവിടെ വാച്ച് കിടപ്പുണ്ട് എന്ന് അവന് മനസ്സിലായത് ഇല്ലേ. അപ്പം അങ്ങനെ ഒരു കഥ തന്നെ നമുക്ക് സൈലന്റിന്റെ ഗുണത്തെയാണ് കാണിക്കുന്നത്. പിന്നെയുണ്ട്, നമ്മൾ പല സന്ദർഭങ്ങളിൽ സൈലന്റ് ആയിട്ടിരിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക, അയാൾ നമ്മുടെ മനസ്സറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് അയാളോട് പിന്നെ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ മതി, അയാളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളും ഇല്ലേ, കൃത്യമായിട്ട് ചെയ്തോളും. അവിടെ നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ചില സമയത്ത് ചിലർ ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഇടപെടുകയും നമ്മൾ ഒച്ചയെടുക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യേണ്ട വരുന്ന അവസരങ്ങളുണ്ടാകും. പക്ഷെ ഒരാൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കേണ്ടതോ പറയേണ്ടതോ ഒരു കാര്യമില്ല. നമ്മൾ മിണ്ടാണ്ട് പുഞ്ചിരിയോടുകൂടി ഇരുന്നാൽ മാത്രം മതി. പിന്നെയുണ്ട്, ഒരാൾ അവരുടെ ആവലാതികളും വേവലാതികളും പറയാൻ വരുമ്പോൾ അത് നമ്മൾ കേട്ടോണ്ടിരിക്കും ഇല്ലേ, ദുഃഖങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ ഇരട്ടിയായിട്ട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലോ, അവർ പറയുന്ന ഓരോ സെന്റൻസിലും അതങ്ങനെയാണ്, ഇന്നോർക്ക് അങ്ങനെയായിരുന്നു കേട്ടോ, ഇങ്ങനെയായിരുന്നു കേട്ടോ എന്ന് പറയും. ചിലരങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഒരു കഥ പറയുമ്പോൾ ഒരു 100 കഥ തിരിച്ചു പറയാൻ അവർക്ക് കാണും. അത് മറ്റേയാൾ പറയുന്ന കേൾക്കാൻ പോലും. ആ സമയത്ത് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക. അപ്പം നമ്മൾ കേൾക്കുമ്പം അയാൾക്കും ഒരു ഭയങ്കര സമാധാനം, അയാളുടെ വിഷമങ്ങൾ കേൾക്കാൻ നമ്മളുണ്ടല്ലോ എന്നൊരു ചിന്ത ഉള്ളിലൂടെ. ഏറ്റവും മനുഷ്യന് ആവശ്യവും ആഗ്രഹിക്കുന്നു എന്താണെന്നറിയാവോ? നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കേൾക്കാനൊരു മനസ്സ് വെക്കുക എന്നാണ്. അത് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുകയില്ല, കേൾക്കില്ല. അതിനു മുമ്പ് അവർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. പറയാനുള്ള ആ ത്വരയോടുകൂടി വരുന്നവരെ അത് നിർത്തിപ്പോവുകയും ചെയ്യും. ആ സമയത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സർവ്വ കാര്യങ്ങളും അവർ പറയുമ്പോൾ നമ്മളൊന്ന് കേട്ടാലോ. എന്തുകൊണ്ടാണ് ഈ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒക്കെ അടുത്ത് ഈ ജനങ്ങൾ പോയി എല്ലാ കാര്യങ്ങളും, എല്ലാവരും അല്ല, അങ്ങനെയുള്ളവർ പോയി ഈ കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അവരത് കേട്ടിരിക്കും. കേൾക്കാൻ ഒരാളുള്ളതുകൊണ്ടാണ് അയാളോട് മുഴുവൻ കഥകളും ഇവർ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അതിനുശേഷമാണ് അവർ മറുപടി പറയുന്നത്. അല്ലാണ്ട് കേൾക്കാതെ ഇരുന്നിട്ട് ചാടിപ്പിടിച്ച് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടല്ലോ, അയാളുടെ അടുത്ത് ഇരുന്നിട്ട് എനിക്കൊരു സമാധാനക്കേടുണ്ടായി എന്നല്ലേ പറയുള്ളൂ. പക്ഷെ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയിട്ട് ആർക്കെങ്കിലും സമാധാനക്കേടുണ്ടാകുന്നുണ്ടോ? അവർ കേൾക്കുന്നു. നമ്മളെപ്പോഴും ഒരു കേൾവിക്കാരനായിരിക്കുക, മൗനമായിട്ടിരുന്നത് കേൾക്കുക. അവിടെ ഒരു സൈലന്റ് ഭയങ്കര പ്രാധാന്യമുള്ളത് അല്ലേ. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവിടെ നമ്മൾ അതിനെ കേട്ടിട്ട് അതിന് പരിഹാരം പറയുക. അതിന് പരിഹാരം നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ മാത്രം പറയുക. അവിടെയും സൈലന്റിന് നല്ല പ്രാധാന്യമുള്ള സമയങ്ങളല്ലേ. അതേപോലെ നമ്മൾക്ക് ദുഃഖങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ സൈലന്റ് ആയിട്ടിരുന്ന് നോക്കി. അല്ലാണ്ട് നമ്മൾ രണ്ടുപേര് തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി, നമുക്ക് ഇച്ചിരി വിഷമങ്ങളുണ്ടായി, ഉടനെ നമ്മളത് പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്ന് വീണ്ടും ഇരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ, നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ കൂടുകയുള്ളൂ. അപ്പോൾ അവിടെ സൈലന്റ് ആയിട്ടിരുന്നിട്ട് നമ്മളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്കത് മനസ്സിനൊരു ഭയങ്കര ശാന്തത തന്നെ കാര്യങ്ങളാണ്. നമ്മൾ ഈ പ്രകൃതിയിലേക്കൊന്ന് നോക്കി, പ്രകൃതി തന്നെ സൈലന്റ് അല്ലേ. കാറ്റും കോളും അടിക്കുമ്പോൾ അത് ആഞ്ഞടിക്കും, അല്ലാത്ത സമയത്ത് ഇങ്ങനെ
ശാന്തമായിട്ടാണ് പോകുന്നത്, അല്ലേ? പ്രകൃതിയുടെ അവസ്ഥ അങ്ങനെയല്ലേ? അതുപോലെ ഈ സൈലൻറ്റിന് ഭയങ്കരമായ അവസ്ഥകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട്. അതേപോലെ നമ്മളൊരു മരണ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ അവരോട് രണ്ട് മിണ്ടാണ്ടിരുന്നോ തലയിലൊന്ന് തലോടിയാൽ മാത്രം മതി. നമുക്കൊന്ന് വേറെ ഒന്നും പറയണ്ട, അപ്പം തന്നെ അവർക്ക് ഭയങ്കര ആശ്വാസമാകും. ഏതെങ്കിലും ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആരുടെയെങ്കിലും അടുത്ത് നിന്ന്, ഞാനത് അനുഭവിച്ച വ്യക്തിയായതുകൊണ്ട് പറയണം, നമുക്ക് ഒത്തിരി ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മുടെ തലയിലൊന്ന് തലോടിയാൽ മാത്രം മതി, അപ്പം തന്നെ നമ്മുടെ മനസ്സങ്ങ് ശാന്തമായി നമ്മൾ വേറെ രീതിയിലേക്കാവും അത്. ആ സമയത്ത് നമ്മൾ അയ്യോ അങ്ങനെ കരയണ്ട കേട്ടോ, അങ്ങനെ ദുഃഖിക്കണ്ട കേട്ടോ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടുകൊണ്ടല്ലേ നീ ദുഃഖിക്കണം, ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ കൂടുകയുള്ളൂ. ആ സമയത്ത് ഒരു തലോടൽ, ഒരു നോട്ടം, ഒരു കെട്ടിപ്പിടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മളൊന്ന് ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ മനസ്സിൻ്റെ വിഷമങ്ങൾ മാറിക്കിട്ടും. അവിടെയും നമ്മൾ സൈലൻ്റാണ്, അല്ലേ? ഒത്തിരി കാര്യങ്ങളൊന്നും പറയണ്ട. പിന്നെ മൗനത്തിൽ കൂടെ സംസാരിക്കുന്നവരുണ്ടല്ലേ. ചിലർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ കേട്ടോണ്ടിരുന്നാൽ മാത്രം മതി, അവർക്കത് ആശ്വാസമാണ്, ഇല്ലേ? അവർക്കതിന് അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നു. അതായത് പറയുന്നയാൾ പൊക്കോട്ടെ, തീർന്നു, അതിനെന്ത് പോണു, എന്തിനു പോണു, എവിടെ പോണു എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴാണ് പ്രശ്നത്തിലേക്ക് വരുന്നത്, അല്ലേ? അപ്പം മൗനവും ഒരു മരുന്ന്, ഒറിജിനൽ മരുന്ന് തന്നെയാണ്, അല്ലേ? പിന്നെ അങ്ങനെയുള്ള പിന്നെ എന്നാ കാര്യങ്ങൾ, നമ്മുടെ മക്കളോടാണെങ്കിലും പല കാര്യങ്ങളും പറയുമ്പോൾ അവർ കേൾക്കാതിരിക്കുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കില്ലേ? ആ സമയത്ത് നമ്മളൊരു നോട്ടത്തിൽ കൂടെ അവർക്ക് മര്യാദ പഠിപ്പിക്കാൻ നോക്കി പറ്റും. നമ്മളൊന്ന് കടുപ്പിച്ചൊന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടിങ്ങനെ പോകുന്നു നോക്കി, അവിടെ ഒന്നും പറയാൻ പോകണ്ട. പറഞ്ഞ് നമ്മുടെ വായിൽ നിന്ന് ആവശ്യമില്ലാത്ത വാക്കുകൾ ചാടിയൊന്നും വരില്ല. അത് ആരോടാണെങ്കിലും കേട്ടോ, നമ്മുടെ ഭർത്താവാണെങ്കിലും നമ്മളൊന്ന് നോക്കി, ആ നോട്ടത്തിൽ എല്ലാം ഉണ്ട്, ഇല്ലേ? അല്ലാണ്ട് വേറെ ഒന്നും പറയണ്ട. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും, ഞാൻ പറഞ്ഞതിൽ എന്തോ പന്തികേടുണ്ട്, ആ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ പറയണത്. അവരുടെ നോട്ടം കണ്ടറിയാം അവർ എന്തോ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ. ചില ബോസുമാർ കമ്പനികളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെ മേലുദ്യോഗസ്ഥന്മാരുടെ ഒരു നോട്ടം മതി ആ സ്റ്റാഫുകളെല്ലാം മര്യാദയിരിക്കണമെന്നല്ലേ. കാരണം എന്താ, ആ ഒരു നോട്ടം, അല്ലാണ്ട് ഒത്തിരി വാക്കുകളൊന്നും ഒന്നും പറയണ്ട. അവിടെ മൗനത്തിനാണ് പ്രാധാന്യം. അവർക്കെല്ലാം മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന്, അല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കി ഇതൊക്കെ ശരിയാണോ, കാര്യങ്ങളാണോ എന്ന്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ലൊട്ടിലൊടുക്ക് കാര്യങ്ങളിൽ കൂടെ മൗനത്തിന് ഭയങ്കര വിലയുള്ള സാധനമാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പം ഒത്തിരി സംസാരിക്കുന്നവരുടെ അടുത്തിരിക്കണേക്കാളും അധികം നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ, അധികം സംസാരിക്കാത്തവരുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനം കിട്ടും, ഉറപ്പായ കാര്യമാണ്. ഒത്തിരി സംസാരിക്കുന്നവർ എന്ത് കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പോലും അവർക്ക് അവസാനം പിടികിട്ടുകയില്ല. ചിലരിങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ എന്ത് കാര്യത്തെക്കുറിച്ച് അവർ തുടക്കം ഒന്നായിരിക്കും, അവസാനം വേറൊരു കാര്യത്തെ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയല്ലാതെ നമുക്ക് ആവശ്യത്തിനും അത്യാവശ്യത്തിനും, അതേപോലെ വലിയൊരു സംഭവം കേട്ടോ, ഈ ഹോസ്പിറ്റലുകളിലൊക്കെ പോയിരുന്നിട്ട് കാര്യങ്ങൾ ചെകഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർ. അതായത് ഒരു രോഗി വന്നിരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഒരു അസുഖമായിട്ട് പോയിരിക്കുകയാണെങ്കിൽ നമ്മൾ അയാളോട് എന്ത് പറ്റി, എന്നാ പറ്റി, എവിടുന്ന് വന്നു, എന്നതാ വീട്ടിലെ സർവ്വ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കും. അവിടെയും നമുക്ക് മൗനം ഒരു അനുഗ്രഹം. കാരണം നമ്മൾ ഒരാളോട് ചോദിക്കുമ്പോൾ ആ അസുഖം കുറയില്ല, അത് കൂടുകയുള്ളൂ. അവരതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുകയുള്ളൂ. നമ്മളെപ്പോഴും വേറൊരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ രോഗവിവരത്തെക്കുറിച്ച്, അവരുടെ ഇനി വിവാഹത്തിൽ ഈ കുടുംബ കോടതിയിലൊക്കെ പോയിരിക്കണവർ കാണാം, ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവരുടെ വിഷമങ്ങൾക്ക് അവർക്ക് പറയാൻ തന്നെ താല്പര്യമുള്ളവരായിരിക്കില്ല നമ്മൾ ചെകഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മിണ്ടാണ്ടിരുന്നേക്കുക, നമ്മൾ ചോദിക്കാൻ പോകാൻ നമ്മുടെ കാര്യം നടത്തിയിട്ട് നമ്മൾ പോരാൻ ശ്രമിക്കുക. അതേപോലെ ഒരാളെ ആദ്യമേ പരിചയപ്പെടുമ്പോൾ നമ്മൾ സർവ്വ കഥകളും ചോദിച്ച് മനസ്സിലാക്കണം എന്നൊന്നുമില്ല, ഇല്ലേ? ആദ്യമേ കാണുമ്പോൾ തന്നെ എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടിരിക്കും. അവിടെയും നമ്മൾ മൗനം. ഒരാളെ ശരിക്കും പരിചയപ്പെട്ട ശേഷം മാത്രമേ അവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ടേ അറിയണമെന്നും പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അത് പല ആവശ്യമില്ലാത്ത അറിഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കണം. ഒരാളെ പുതുതായിട്ട് കാണുമ്പോൾ നമുക്ക് എന്തറിയാനാന്നേ, നമുക്ക് അയാളെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അത് കുറേ പ്രാവശ്യം നമ്മൾ പരിചയപ്പെടാനുള്ള ആളാണ്, കുറേ പ്രാവശ്യം നമ്മളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ആളാണെങ്കിൽ മാത്രം നമ്മൾ അയാളെക്കുറിച്ച് അന്വേഷിച്ചാലും മതി. അയാളുടെ കുടുംബകാര്യങ്ങളും പശ്ചാത്തലവും ഒക്കെ അറിഞ്ഞാൽ മതി, എവിടുന്ന് വന്നു, എന്നാ വന്നു എന്ന്. അല്ലാതെ നമ്മൾ ഒരാളെ ആദ്യമേ കാണുമ്പോൾ അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതിൻ്റെ ഒന്നുമില്ല. ചിലർ ഒരാളെ കാണുമ്പോൾ തൊട്ട് എവിടുന്നാ വന്നെ, എന്നാ വന്നെ, സർവ്വ വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കും. അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല, ഇല്ലേ? ഇതെങ്ങനെയാ, ചില വീടുകളിൽ ചെന്നിട്ട് പറയും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഈ ഭക്ഷണം എങ്ങനെയാ, ഇതങ്ങനെയാ ഇങ്ങനെയാ, എല്ലാ കാര്യവും ചോദിക്കും. നമുക്ക് അവരുണ്ടാക്കി നമുക്ക് പറയാൻ ചിലർക്ക് ഇഷ്ടമല്ല. ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയാവോ?
ചിലർക്ക് ഈ അവനവനുണ്ടാക്കുന്ന ഫുഡിനെ കുറിച്ചൊന്നും പറയാനൊന്നും ഭയങ്കര മടിയുള്ളവർ ഉണ്ട് കേട്ടോ. ചിലർക്ക് വാതോരാണ്ട് അതിനെക്കുറിച്ച് ഇന്ന രീതി ഉണ്ടാക്കിയെന്ന് പറയും. ചിലർ എനിക്കൊരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഒരാളൊരു ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഒരാൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരൊന്നും അല്ലാതെ പറയാം, ഓ എനിക്കിങ്ങനെ ചോദിക്കണ ഇഷ്ടമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, എല്ലാവർക്കും ഒന്നും അതൊന്നും ചോദിച്ച് മനസ്സിലാക്കുന്നതൊന്നും ഇഷ്ടമല്ല. നമുക്ക് എന്തെങ്കിലും റെസിപ്പിയൊക്കെ ആയിട്ട് പറഞ്ഞു തരാൻ മനസ്സുള്ളവരാണെങ്കിൽ നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്ന്. പിന്നെ ഈ ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, രണ്ട് കൂട്ടർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനകത്ത് കയറി കിടന്ന് നമ്മൾ പോയി ഇടപെടാണ്ടിരിക്കുക. അപ്പോഴും നമ്മൾ കാരണം നമുക്കറിയത്തില്ല അവരുടെ പ്രശ്നങ്ങൾ എന്നാന്ന്. നമുക്ക് അറിയാവുന്ന നമ്മൾ ഇടപെടുത്താൻ കൊണ്ടുപോയതാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്ത് ഇടപെടാവുള്ളൂ. അല്ലാതെ എല്ലാവരുടെയും പ്രശ്നത്തിൽ ചെന്ന് ഇടപെട്ടിട്ട് അത് പ്രശ്നമാക്കാണ്ടിരിക്കുക. നമ്മൾ അറിഞ്ഞു കേട്ടു നമ്മൾ പോകുന്നു, അത്രമാത്രം. അല്ലാതെ അതിൽ നമ്മൾ അഭിപ്രായം പറയാനോ ഒന്നും പോകാണ്ടിരിക്കുക. നമ്മളൊരു 3 കുരങ്ങന്മാരെ കാണരുത്, കേൾക്കരുത്, പറയരുത് എന്നും പറഞ്ഞിരിക്കുന്ന കുരങ്ങന്മാരെയോ ഒക്കെ പ്രതിമകൾ കണ്ടിട്ടില്ലേ? അതുപോലെ ആയിരിക്കണം നമ്മുടെ. അത് അറിഞ്ഞു തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മുടെ 2 ചെവി പുറത്തേക്കാണ്, കണ്ണുകൾ 2 പുറത്തേക്കാണ് നിൽക്കുന്നത്. നമ്മുടെ മാത്രം എന്തോ ഒരു ഭദ്രമായിട്ടാണ് വെച്ചേക്കണേ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ടെന്നല്ലേ വായും കൊണ്ട് പറയുന്നത്, ശരിയല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ.